നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് തുടങ്ങി നിരവധി പ്രമുഖരായ സംഘപരിവാർ നേതാക്കളുടെ ജന്മനാടാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിൽ നിന്ന് രാജ്യത്തെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. മീശ വെച്ചതിനും താടി നീട്ടിയതിനും ഒരു ദളിതനെ ഉയർന്ന ജാതിക്കാർ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുന്നു. മോദിയുടെ നാട്ടിൽ ദളിതന് മീശ വയ്ക്കാനോ താടി നീട്ടാനോ ഒന്നും ഇന്ന് അവകാശമില്ല. ഇതാണ് യഥാർത്ഥ ഗുജറാത്ത് മോഡൽ. ഗുജറാത്ത് തീർച്ചയായും മാതൃകയാണ്. വികസനത്തിലല്ല ഗുജറാത്ത് മാതൃക. ഗുജറാത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ മാതൃകയാണ്. ഓഗസ്റ്റ് 15-ന് മോദി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തുമ്പോൾ മോദിയുടെ നാടായ ഗുജറാത്തിൽ 2 ദളിതർ ഉന്നത ജാതിക്കാരുടെ അടികൊണ്ട് പുളയുകയായിരുന്നു. ജുനഗഡ് ജില്ലയിലെ ഖംബാലിയ ഗ്രാമം. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന സാഗർ മയ്യാനയെ ഉയർന്ന ജാതിക്കാരുടെ സംഘം തടഞ്ഞു നിർത്തി. അവരുടെ ചോദ്യം ഇതായിരുന്നു: നീ എന്തിനാണ് താടിയും മുടിയും വളർത്തുന്നത്? എനിക്ക് ഇതാണ് ഇഷ്ടം. നീ ദളിതനാണ്. നിനക്ക് മീശ വയ്ക്കാനോ താടി നീട്ടാനോ അവകാശമില്ല. പിന്നീട് അടിയോടടിയായിരുന്നു. സാഗർ മയ്യാനയെ രക്ഷിക്കാനായി എത്തിയ ഭാര്യ-പിതാവ് ജീവൻഭായ് വാലയ്ക്കും ഉയർന്ന ജാതിക്കാരുടെ മർദ്ദനമേറ്റു. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ പിൻഗാമികൾക്ക് ഇന്ന് രാജ്യത്ത് മീശ വയ്ക്കാൻ പോലും അവകാശമില്ല. ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രാഹ്മണാധികാരത്തിൽ അധിഷ്ഠിതമായ മനുവാദത്തെ, ചാതുർവർണ്ണയത്തെ ദൃഢീകരിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് അധികാരത്തിലുള്ളത്. BJPയുടെ നേതൃത്വത്തിലുള്ള RSS പ്രവർത്തനം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാക്കുക എന്നുള്ളതാണ്. അത് ബ്രാഹ്മണ്യത്തെ, നമ്മുടെ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം, 10-ാം മണ്ഡലത്തിലെ പുരുഷ സൂക്തം വിഭാവനം ചെയ്യുന്നത് പോലെ ഉള്ള ഒരു സമാജപുരുഷ സങ്കല്പമാണ് RSSനുള്ളത്. ആ സമാജപുരുഷ സങ്കല്പത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും അടങ്ങുന്ന ത്രൈവർണികർ കഴിഞ്ഞാൽ അതിന് കീഴെയുള്ള ശൂദ്രർക്കോ, ശൂദ്രർക്ക് കീഴെയുള്ള പഞ്ചമർക്കോ പൗരന്മാരെന്ന നിലക്കുള്ള മനുഷ്യരെന്ന നിലക്ക് ഒരു പരിഗണനയും പാടില്ല എന്നതിലാണ് അവർക്കുള്ളത്. RSSൻ്റെ പ്രത്യയശാസ്ത്രം കൃത്യമായി മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഈ ശൂദ്രരും സ്ത്രീകളുമൊക്കെ നീചജന്മങ്ങളാണ്. കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തുകൊണ്ടാണ് അവർ നീചജാതികളായി ജനിച്ചത്. അതുകൊണ്ട് അവരെ തൊട്ടുകൂടാ, അവരെ അടുപ്പിച്ചുകൂടാ, അവർ അസ്പൃശ്യരാണ് എന്ന രാഷ്ട്രീയമാണ് അവർക്കുള്ളത്. ഭരിക്കുന്നവർക്കാവട്ടെ അംബേദ്കറെ പരമ പുച്ഛമാണ്. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. മോദിക്ക് മുകളിലാണ് മോഹൻ ഭാഗവത്. സർസംഘചാലകാണ് എക്കാലത്തും RSSന്റെ ഏറ്റവും ഉന്നതൻ. സവർണനല്ലാത്ത ഒരാൾ ഇന്നുവരെ RSSന്റെ സർസംഘചാലകായിട്ടില്ല. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനക്ക് ഹെജിമണിയുള്ള, ജാതി സവർണ മേധാവിത്വത്തിന് ഹെജിമണിയുള്ള ഒരു സമൂഹമാണ് ഗുജറാത്ത്. തീർച്ചയായിട്ടും എന്താണ്, സാധാരണ ദളിതരടക്കമുള്ള വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ അവരുടെ സ്വതന്ത്രമായ താടി വളർത്താനോ മുടി വളർത്താനോ ഉള്ള അവകാശത്തെയോ അംഗീകരിക്കാത്ത അങ്ങേയറ്റം ക്രൂരമായ, വിദ്വേഷപൂർണമായ ഒരു ബ്രാഹ്മണ്യമാണ് ഇന്ന് ഗുജറാത്ത് പോലുള്ള സമൂഹങ്ങളിൽ RSS അവരുടെ പ്രത്യയശാസ്ത്രമാക്കി പാവപ്പെട്ട ദളിതർക്കും മുസ്ലിങ്ങൾക്കുമൊക്കെ എതിരായിട്ടുള്ള ആക്രമണങ്ങളായി അഴിച്ചുവിടുന്നത്.